പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സമയമെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശാന്തനായ അതിഥി എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശാന്തനായ അതിഥി. ഓരോ പ്രഭാതത്തിലും സൂര്യൻ പ്രപഞ്ചത്തെ തൊട്ടുണർത്തുന്നത് പോലെ ഇരുൾ നിറഞ്ഞ താഴ്വരയിൽ പ്രകാശം കൊണ്ടുവന്ന് പ്രഭാത ഭംഗി കൂട്ടുന്നത് പോലെ മഞ്ഞുവീണ് തണുത്തു മരവിച്ച ഭൂപ്രദേശങ്ങളിൽ സൂര്യരശ്മി പുതുജീവനും ഹരിതഭംഗിയും പകരുന്നത് പോലെ പ്രശാന്തനായ ഈ അതിഥി, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ സൽഫലങ്ങളുടെ ഒരു വിളവെടുപ്പ് സമ്മേളനം നടത്തുന്നു, ഒരു വിളവെടുപ്പ് ഉത്സവം നടത്തുന്നു, നമ്മെ ഫലമുള്ളവരാക്കുന്നു. ക്രിസ്തുവിനെ വെറുക്കുകയും ക്രിസ്ത്യാനികളെ എതിർത്ത് നശിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് സാവൂൾ. പിന്നീട് ക്രിസ്തുവിന്റെ കൃപാവര സമൃദ്ധി ലഭിച്ചപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചു, പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആലയത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലസമൃദ്ധിയാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തെ ഉടമസ്ഥൻ വെട്ടിക്കളയുവാൻ പോകുന്ന സംഭവം നമുക്കറിയാം. കാരണം 3 വർഷമായിട്ട് ആ അത്തിമരത്തിന്റെ ഉടമസ്ഥൻ അതിൽ ഫലമന്വേഷിച്ചു വരികയാണ്. എന്നിട്ട് ഫലം കണ്ടെത്താതെ വരുമ്പോൾ അതെന്തിനാണ് നിലം പാഴാക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ വെട്ടിക്കളയുവാൻ, ആ പ്രദേശത്ത് നീക്കിക്കളയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അതിൽ ഫലമില്ല. പൗലോസ്ലീഹ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നത്, ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ജഡത്തിന്റെ ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു ഫലമായ സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹം എന്താണ് എന്നും സ്നേഹം എന്തല്ല എന്നും പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിൽ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. നമുക്കതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. സ്നേഹം എല്ലാം അതിജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അപരന്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അയാളോടുള്ള സ്നേഹത്തെ പ്രതി ആ പ്രതിസന്ധി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തി സ്വന്തം നഷ്ടം കണക്കിലെടുക്കാതെ ആ ഒരു പ്രതിസന്ധിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് താല്പര്യം കാണിക്കുന്നു. ഇതിനെയാണ് എല്ലാം അതിജീവിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത്. ഒരാൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രയാസം ഏറ്റെടുക്കുവാനായിട്ട് അയാൾ തയ്യാറാകും. അതുപോലെ നമ്മൾ കണ്ടു, രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ആ സുഹൃത്ത് ബന്ധത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ, ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ ഇനി സുഹൃത്ത് ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാകുന്നവനല്ല യഥാർത്ഥ സ്നേഹിതനെന്നും അതല്ല യഥാർത്ഥ സ്നേഹമെന്നും നമ്മൾ പഠിച്ചു. യഥാർത്ഥത്തിലുള്ള സ്നേഹം ഏതു മുറിവിനെയും അതിജീവിക്കുന്നതാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹമാണെന്നാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ പഴയ നിയമത്തിലെ യാക്കോബിന്റെയും റാഹേലിന്റെയും ചരിത്രം നമ്മൾ കണ്ടു. ഇവരുടെ സ്നേഹം പ്രതിസന്ധികളെ അതിജീവിച്ച സ്നേഹമായിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞു. താൻ സ്നേഹിച്ച റാഹേലിനെ ഭാര്യയാക്കുന്നതിന് വേണ്ടിയിട്ട് നീണ്ട 7 വർഷത്തെ കഠിനാധ്വാനം യാക്കോബിന് ചെയ്യേണ്ടി വന്നു. ആ നീണ്ട 7 കൊല്ലം അവളോടുള്ള സ്നേഹനിമിത്തം അത് ഏതാനും നാളുകളായിട്ടേ യാക്കോബിന് തോന്നിയുള്ളൂ. കാരണം സ്നേഹം കാലത്തെയും സമയത്തെയും അതിജീവിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് അവരുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം ഒത്തിരിയേറെ നാളായിട്ടും യാക്കോബിന് തന്നിൽ നിന്നൊരു കുഞ്ഞിന് നൽകാൻ റാഹേലിന് കഴിഞ്ഞില്ല. എന്നിട്ടും റാഹേലിനോടുള്ള യാക്കോബിന്റെ സ്നേഹത്തിന് യാതൊരു കുറവുമില്ലായിരുന്നു. റാഹേലിനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായി യാക്കോബ് പരിഗണിച്ചു. കാരണം സ്നേഹം കുറവുകളെ അതിജീവിക്കുന്നു. പിന്നീട് നമ്മൾ പഴയ നിയമത്തിലെ മറ്റു 2 കഥാപാത്രങ്ങളെ കണ്ടു. നമുക്ക് സുപരിചിതമായ ദാവീദിന്റെയും ജോനാഥന്റെയും ഈ 2 സുഹൃത്തുക്കളുടെ ഇടയിലുണ്ടായിരുന്ന സ്നേഹം എല്ലാ നഷ്ടങ്ങളെയും അതിജീവിക്കുന്ന സ്നേഹമായിട്ട് നമ്മൾ അതിനെ വിവരിച്ചു. 1 സാമുവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു, ജോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. സാവൂളിന്റെ ആഗ്രഹം തനിക്ക് ശേഷം തന്റെ മകൻ ജോനാഥൻ രാജാവാകണമെന്നായിരുന്നു. ഈ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ദാവീദിനെ കൊല്ലുവാനായിട്ട് സാവൂൾ രാജാവ് അവസരം പാർത്തിരുന്നപ്പോൾ ദാവീദിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന സാവൂളിന്റെ കരങ്ങളിൽ നിന്ന് ദാവീദിനെ രക്ഷിക്കുന്നത് ഹൃദയത്തിൽ സ്നേഹം മാത്രം കൊണ്ടു നടക്കുന്ന ജോനാഥനായിരുന്നു.
എനിക്കെന്ത് നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ലഭിക്കേണ്ട രാജസിംഹാസനം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, എനിക്ക് ചെങ്കോലും കിരീടവും നഷ്ടമായിക്കൊള്ളട്ടെ എന്നാലും കുഴപ്പമില്ല, എനിക്ക് ലഭിക്കേണ്ട രാജകൊട്ടാരവും രാജബഹുമതികളുമൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊള്ളട്ടെ, ദാവീദിന് ഒന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ജോനാഥൻ. പ്രിയപ്പെട്ടവരെ, എല്ലാം അതിജീവിക്കുന്ന സ്നേഹത്തിന്റെ കഥയാണ് അവർക്ക് പറയുവാനുള്ളത്. ലൂയാ, ഹാലേലൂയാ. പിന്നീട് നമ്മൾ പഴയ നിയമത്തിലെ റൂത്തിന്റെയും നവോമിയുടെയും കഥ നമ്മൾ പരിശോധിച്ചു. റൂത്തിന്റെ അമ്മായിയമ്മയായ നവോമി അവളുടെ ഭർത്താവും 2 ആൺമക്കളും നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കുന്ന അവസരത്തിൽ നവോമി തന്റെ 2 മരുമക്കളെയും വിളിച്ചിട്ട് അവരുടെ പിതൃഭവനത്തിലേക്ക് ചാർച്ചക്കാരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ആ നവോമിയെ വിട്ടുപോകാതെ പിരിഞ്ഞു പോകാതെ നിൽക്കുന്ന റൂത്തിനെയാണ് നമ്മൾ കാണുന്നത്. റൂത്തിന്റെ ചിന്ത മുഴുവൻ നവോമിയെ കുറിച്ചായിരുന്നു. അവൾക്കൊരു യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഭർത്താവും 2 മക്കളും നഷ്ടപ്പെട്ടതിന്റെ എടുത്താൽ പൊങ്ങാത്ത ഭാരവും പേര് നടക്കുന്ന ഒരമ്മയെ തനിച്ചാക്കുവാനായിട്ട് അവളുടെ സ്നേഹം അനുവദിച്ചില്ല. തനിക്കെന്ത് നഷ്ടമെന്നാലും കുഴപ്പമില്ല, തന്റെ ഭാവി ഇരുളടഞ്ഞു പോയാലും കുഴപ്പമില്ല, തനിക്കൊരു ജീവിതമില്ലെങ്കിലും തന്റെ ചാർച്ചക്കാരുമായിട്ടുള്ള ബന്ധം അറ്റുപോയാലും തന്റെ അമ്മായിയമ്മക്കൊന്നിനും കുറവുണ്ടാകരുത് എന്ന് റൂത്ത് ആഗ്രഹിച്ചു. അവരൊരിക്കലും തനിച്ചായി പോകരുതെന്ന് റൂത്ത് ആഗ്രഹിക്കുകയാണ്. തന്റെ അമ്മായിയമ്മയുടെ ശിഷ്ടകാല ശോഭനമായി തീരുവാൻ തന്റെ വിലപ്പെട്ട ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആ റൂത്തിന്റെ സ്നേഹം എല്ലാം അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, ഉള്ളിൽ സ്നേഹം നിറഞ്ഞുകൊണ്ട് വിളിക്കാം. സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രവണതയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, സ്വാർത്ഥതകളെ അതിജീവിക്കുന്ന സ്നേഹം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നൽകാത്ത സ്നേഹമനോഭാവം ഞങ്ങളിൽ വളർത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ഫലമായ യഥാർത്ഥ സ്നേഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ നന്മയുള്ളവരാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ ഇന്ന് പൂർവപിതാവായ ജോസഫിനെ കുറിച്ച് പഠിക്കുകയാണ്. അസൂയയെയും ക്രൂരതയെയും അതിജീവിക്കുന്ന സ്നേഹത്തിന്റെ പുളകം കൊള്ളിക്കുന്ന ഹൃദയസ്പർശിയായ കഥയാണ് പൂർവപിതാവായ ജോസഫിന്റെ കഥ. തന്നെ ഒരിക്കലും സ്നേഹിക്കാത്ത തന്റെ സഹോദരർ, തന്നോട് ഇഷ്ടക്കേട് മാത്രം വെച്ചു പുലർത്തുന്ന സഹോദരന്മാർ, അവസരം കിട്ടിയപ്പോൾ തന്നെ കൊല്ലാൻ തീരുമാനമെടുക്കുന്ന സഹോദരന്മാർ, തന്നെ അടിമയാക്കി വിറ്റ സഹോദരന്മാർ, അവരോടുള്ള ജോസഫിന്റെ സ്നേഹപൂർവമായ പെരുമാറ്റം എപ്രകാരമായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു പഠിക്കേണ്ടതാണ്. തന്നെ ഒരിക്കൽ പോലും സ്നേഹിക്കാത്ത, തന്നെ അവഗണിച്ചവർ, തന്നെ സംരക്ഷിക്കേണ്ടതിന് പകരം തന്നെ കൈയൊഴിഞ്ഞവർ, തന്നോട് ഇത്രമാത്രം ക്രൂരത കാട്ടിയവർ,
തന്റെ പിതാവ് ഹൃദയനൊമ്പരം നൽകിയ ചതിയന്മാരും ക്രൂരരുമായിട്ടുള്ളവർ, ഒട്ടും കരുണയില്ലാത്തവർ തന്റെ മുമ്പിൽ വന്ന് ഭക്ഷണത്തിനു വേണ്ടി കൈനീട്ടുമ്പോൾ അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ, പ്രതികാരം ചെയ്യാതെ, ഉള്ളിൽ യാതൊരു പരിഭവമില്ലാതെ, യാതൊരു വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകളുമില്ലാതെ അവരെ കെട്ടിപ്പിടിച്ചു കരയുവാനും, അവർക്ക് വേണ്ടി വിരുന്നൊരുക്കുവാനും, അവർക്ക് വേണ്ടി താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കുവാനും, അവർക്കൊന്നിനും കുറവില്ലാത്ത രീതിയിൽ വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനും ജോസഫിന് ശക്തി നൽകിയ സ്നേഹം, പ്രിയപ്പെട്ടവരെ, അസൂയയെയും ക്രൂരതയെയും അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. പ്രതികാരത്തെയും പരിഭവത്തെയും അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. പരാതിയും കുറ്റപ്പെടുത്തലുകളുമില്ലാത്ത സ്നേഹമായിരുന്നു. എല്ലാം ദൈവഹിതമായി വായിച്ചെടുക്കുന്ന ജോസഫിന്റെ ഈ സ്നേഹം യഥാർത്ഥമായ സ്നേഹമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന് പാപികളോടുണ്ടായിരുന്ന സ്നേഹം എല്ലാം അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. യേശുവിന്റെ അപ്പസ്തോലന്മാർ 12 പേരും വ്യത്യസ്തരായിരുന്നു. എല്ലാവരും കുറവുകളുള്ള വ്യക്തികളായിരുന്നു. വ്യത്യസ്ത മനോഭാവക്കാരും ചിന്താഗതികളുമുള്ളവരായിരുന്നു. എന്നിട്ടും യേശുവിന്റെ അവരോടുള്ള സ്നേഹം എല്ലാ പരിമിതികളെയും കുറവുകളെയും അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. അവരുടെ കുറവുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് കാണിക്കുന്ന സ്നേഹമായിരുന്നില്ല. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് ഈ അതിജീവനകല സ്വന്തമാക്കിയത് കൊണ്ടായിരുന്നു. തന്നോടൊപ്പം നിന്നുകൊണ്ട് സ്നേഹം നടിച്ച ഒറ്റുകാരനായ യൂദാസിനോട് യേശു കാണിക്കുന്ന സ്നേഹം, പ്രിയപ്പെട്ടവരെ, നമ്മെ അതിശയിപ്പിക്കുന്നതാ. താൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ് ക്രിസ്തു, അവനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുത്ത് ചെന്ന് അവനെ ചുംബിക്കുന്ന യൂദാസിനെ സ്നേഹിത എന്ന് വിളിക്കുന്ന ഈശോയുടെ സ്നേഹം ക്രൂരതയെ അതിജീവിക്കുന്ന സ്നേഹമാണ്. പണം മേടിച്ചൊറ്റിക്കൊടുക്കുന്ന യൂദാസിന്റെ ധനമോഹത്തെ അതിജീവിക്കുന്ന സ്നേഹമാണ്. യൂദാസിന്റെ ദുഷ്ടമനോഭാവത്തെ അതിജീവിക്കുന്ന സ്നേഹമാണ് യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കപ്പെട്ട യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടിയാണ്? തന്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിച്ചത്. അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് സ്നേഹിച്ചത് ആരെയാണ്? തന്റെ ശത്രുക്കളെയാണ് അവിടുന്ന് സ്നേഹിച്ചത്. അവൻ സ്നേഹിക്കുന്നതും അവൻ പ്രാർത്ഥിക്കുന്നതും മറ്റാർക്കു വേണ്ടിയല്ല, തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയാണ്. തലേ ദിവസം മുതൽ തന്നെ അപമാനിക്കുകയും തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയും തന്റെ തലമേൽ അടിക്കുകയും തെരുവീതിയിലൂടെ വലിച്ചിഴയ്ക്കുകയും പരസ്യമായി നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്ക് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവരെയാണ് യേശു യാതൊരു പരാതിയും കൂടാതെ സ്നേഹിക്കുന്നത്. അതായത് താൻ അനുഭവിച്ച നിന്ദനങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും അപമാനവും തന്റെ ഉള്ളിലെ സ്നേഹത്തെ ഒരിക്കലും ഇല്ലാതാക്കിയില്ല. സ്നേഹത്തിന്റെ വീര്യം ഒരിക്കലും കുറഞ്ഞു പോയില്ല. അവന്റെ ഉള്ളിലെ സ്നേഹം അവർ തന്നോട് കാണിച്ച, താൻ അനുഭവിച്ച എല്ലാറ്റിന്റെയും മേൽ വിജയം വരിക്കാൻ തക്കവിധത്തിലുള്ള ആഴവും വ്യാപ്തിയുമുള്ളതായിരുന്നു. കാരണം ആ യേശുവിന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമായിരുന്നു. അതൊരു കപട സ്നേഹമായിരുന്നില്ല, മറ്റുള്ളവരെ കാണിക്കുന്ന സ്നേഹമായിരുന്നില്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ചതിന്റെ പ്രായോഗികതയാണ് പ്രിയപ്പെട്ടവരെ കുരിശിൽ നമ്മൾ കാണുന്നത്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്നേഹമെല്ലാം അതിജീവിക്കുന്നുവെന്ന് പറഞ്ഞും കാണിച്ചും പഠിപ്പിച്ചവനാണ് ഈശോ. ഉറക്കെ വിളിക്കാം, ഈശോയേ.
സ്നേഹിക്കുന്നവനായ ഈശോയെ, നിന്ദാപമാനങ്ങളെ അതിജീവിച്ചവനെ, സ്നേഹത്തെ പ്രതി വേദനകൾ അനുഭവിച്ചവനെ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനെ, സ്നേഹിതർക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എല്ലാറ്റിന്റെയും മേൽ വിജയം വരിച്ചവനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പയ്യൻ താനുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന പെൺകുട്ടി അയാളെ കളിയാക്കി ചിരിച്ചതുകൊണ്ട് ഒരു തമാശ പറഞ്ഞതിന്റെ പുറത്ത് അവളുടെ നമ്പർ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്തു. അയാളുടെ ഡിമാൻഡ്, ആ പയ്യന്റെ ഡിമാൻഡ് ഇങ്ങനെയാണ്: കളിയാക്കിയതിന് മാപ്പ് പറയണം, ഇനിയൊരിക്കലും ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് വാക്ക് നൽകണം, എന്നിട്ട് മതി ഈ ബന്ധം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അവള് പറഞ്ഞു, മോൻ അധികം ബുദ്ധിമുട്ടണ്ട, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ ഇത്രയും പെട്ടെന്ന് അറിഞ്ഞത് നന്നായി. കളിയാക്കിയതിൽ സോറി പറഞ്ഞുകൊണ്ട് ആ ബന്ധം അവൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം എന്തുമാത്രമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഒന്നും അതിജീവിക്കാത്ത സ്നേഹമാ. അവർ തമ്മിലുള്ള സ്നേഹത്തിന് ആഴം പോരായിരുന്നു. ഒരു തമാശയെ പോലും അതിജീവിക്കുവാൻ കഴിയാത്ത സ്നേഹം, പ്രിയപ്പെട്ടവരെ, അത് അപകടകരമായ സ്നേഹമാണ്. ഇവരുടെ സ്നേഹം കേവലം പുറംമോടി മാത്രമായിരുന്നു. അയാൾ സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അവളോട് സ്നേഹമില്ലായിരുന്നു. സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ വെക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിലർ വലിയ വലിയ പ്രതിസന്ധികളെ പോലും അതിജീവിച്ച് സ്നേഹം നഷ്ടപ്പെടാതെ നമ്മുടെ മുമ്പിൽ മാതൃകയാകുമ്പോൾ, നമ്മളെ അതിശയിപ്പിക്കുമ്പോൾ, മറ്റു ചിലർക്ക് ചെറിയ കാര്യങ്ങളെ പോലും അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല. കാരണം എന്താണ്? ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. അമ്മത്രേസ്യയുടെ കുമ്പസാരക്കാരനും സഹപ്രവർത്തകനുമായിരുന്ന കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ സ്നേഹത്തിന്റെ ഊർജം കൊണ്ട് സഹനങ്ങളെ അതിജീവിച്ച ജീവിതകഥ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. അമ്മത്രേസ്യയോട് ചേർന്നുകൊണ്ട് സഭാ നവീകരണത്തിന് നേതൃത്വം നൽകി എന്ന ഒറ്റ കാരണത്താൽ നവീകരണം ഇഷ്ടപ്പെടാത്ത സന്യാസികൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു? ജയിലിലടച്ചു, തടവിലാക്കി. മാത്രമല്ല, മാനസികമായി ശാരീരികമായി ഒത്തിരിയേറെ പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ തടവിൽ കിടന്ന് തന്റെ ജീവിതത്തെ പഴിക്കുകയായിരുന്നില്ല. ഒരിക്കലും സ്വയം ശപിച്ചില്ല. അധികാരികളെ വിമർശിക്കുകയായിരുന്നില്ല. അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയായിരുന്നില്ല. ദൈവത്തോടൊരിക്കലും പരാതിപ്പെട്ടില്ല. തന്റെ ജീവിതം പാഴായിപ്പോയി എന്ന് ആരോടും പരാതി പറഞ്ഞില്ല. തന്റെ കഷ്ടനഷ്ടങ്ങളെ ഓർത്തൊരിക്കലും അദ്ദേഹം ദുഃഖിച്ചു കരഞ്ഞില്ല. എല്ലാം തനിക്ക് സംഭവിച്ച ഈ വിധിയെ അദ്ദേഹം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു. ഇത്രമാത്രം സഹിക്കേണ്ടി വന്നിട്ടും, വേദനകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും, സഹോദരങ്ങളോടുള്ള സ്നേഹത്തിനും ദൈവത്തോടുള്ള സ്നേഹത്തിനും യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പീഡനങ്ങൾക്ക് നടുവിൽ കിടന്നുകൊണ്ട് തടവിൽ വെച്ച് ഈ മഹാവിശുദ്ധൻ എഴുതിയത് മുഴുവൻ സ്നേഹത്തിന്റെ കഥകളായിരുന്നു. അദ്ദേഹം അനുഭവിച്ച വേദനകൾക്കൊരിക്കലും, അദ്ദേഹം കടന്നുപോയ കനൽ വഴികൾക്കൊരിക്കലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സ്നേഹത്തെ കെടുത്തിക്കളയുവാനായിട്ട് സാധിച്ചില്ല.
അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഉത്സാഹത്തെ ചാരമാക്കി മാറ്റുവാൻ കഴിഞ്ഞില്ല. അതൊരു സ്നേഹജ്വാലയായി, അഭിഷേകാഗ്നിയായി ജ്വലിച്ചുകൊണ്ടിരുന്നു. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്നത് വലിയ വികാരങ്ങളുടെ തോന്നലല്ല എന്നും, മറിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി എല്ലാം സ്നേഹിക്കാനും സഹിക്കുവാനും ത്യജിക്കുവാനുമുള്ള സന്നദ്ധതയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ ഉയർന്ന ചിന്തയാണ് അദ്ദേഹത്തെ, വിശുദ്ധ യോഹന്നാൻ ക്രൂസിനെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയ മണവാളനായ യേശുനാഥന് വേണ്ടി, താൻ സ്നേഹിക്കുന്ന ദിവ്യ മണവാളന് വേണ്ടി പ്രണയഗാനം ആലപിക്കുവാനും എന്തും ത്യജിക്കുവാനും എല്ലാം സഹിക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തില് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? സ്നേഹത്തിന് പലപ്പോഴും മങ്ങലേറ്റു പോകാറുണ്ട്, ഇല്ലേ? സ്നേഹത്തിന് മങ്ങലേൽക്കാറുണ്ട്. ഒരു കുടുംബനാഥ എത്ര നല്ല കാര്യങ്ങൾ വീടിന് വേണ്ടി ചെയ്താലും, എത്ര നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചു കൊടുത്താലും, എല്ലാത്തിനെയും കുറിച്ച് കുറ്റം പറയുന്ന ഒരു ഭർത്താവാണ് അല്ലെങ്കിൽ മക്കളാണ് വീട്ടിലുള്ളതെങ്കിൽ അവരുടെ മനോഭാവം എന്തായിരിക്കും? സ്നേഹത്തിന് കുറവ് സംഭവിക്കില്ലേ? എല്ലാം ചെയ്തിട്ട് നല്ലത് പറഞ്ഞില്ല എങ്കിൽ, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ അംഗീകരിച്ചില്ലെങ്കിൽ, ഗവനിക്കാത്തവരുമൊക്കെയാണ് കൂടെയുള്ളതെങ്കിൽ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു മടുപ്പ് തോന്നും. എന്നിട്ട് എന്തോ ഒരു തീരുമാനമെടുക്കും, ഇനി ഞാനൊന്നും ചെയ്യാൻ പോകും, ഇനി ഞാൻ ഒരു നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന തീരുമാനത്തിലെത്തിയെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ആ തീരുമാനം സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനമാണ്. നമ്മുടെ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹമാകണം. നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലെ കുടുംബത്തിലുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. ക്ലാസ് റൂമിൽ കുട്ടികൾ തമ്മിലൊരു വഴക്കുണ്ടാകുമ്പോൾ പിടിച്ചു മാറ്റാൻ ചെന്ന കുട്ടികളെയാണ് അധ്യാപകർ കുറ്റക്കാരായിട്ട് കണ്ട് ശിക്ഷിക്കുന്നതെങ്കിൽ, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വരാതിരിക്കുമ്പോൾ ആ കുട്ടികൾ പിന്നെ എന്ത് തീരുമാനിക്കും? ഞങ്ങൾ ഇനി ആരെങ്കിലും തമ്മിലിടിച്ചോട്ടെ, അല്ലെ, ഞങ്ങളും ഞാനകത്ത് പോകും. നമ്മുടെ ഇങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ടാണല്ലോ ഈ ഒരു ദുർഗതി വന്നത്. അതുകൊണ്ട് ഞങ്ങളിനി ഒരു നല്ല കാര്യവും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഒരു പക്ഷേ പിള്ളേരെടുക്കും. ഇനി ഞങ്ങൾ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, ആരെങ്കിലും തല്ലുപിടിച്ചോട്ടെ, എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ, എന്തെങ്കിലും നഷ്ടമുണ്ടായിക്കോട്ടെ, ഞങ്ങളൊന്നിനും ഇടപെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്നേഹം കെടുത്തിക്കളയുകയായിരിക്കും ചെയ്യുക. നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ എത്രയോ വട്ടമാണ് നമ്മളൊക്കെ ഇതുപോലെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി ഒന്നും ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ, അനിഷ്ട സംഭവങ്ങളെ, തിക്താനുഭവങ്ങളെ അതിജീവിച്ചില്ല എങ്കിൽ, നമ്മിലെ സ്നേഹമാണ്, സ്നേഹപ്രവാഹമാണ്, സ്നേഹത്തിന്റെ നീരുറവയാണ് നിലച്ചു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ക്രിസ്തുവിന്റെ സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും കെട്ടുപോകാത്ത സ്നേഹമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് കൊടുങ്കാറ്റിലും അണയാത്ത ദീപമാണത്. ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വേദനകളെയും പരാതികളെയും അതിജീവിക്കുന്ന സ്നേഹമാണ് ആയിരുന്നു എന്ന് കുരിശിലൂടെ, കുരിശു ജീവിതത്തിലൂടെ, കുരിശു മരണത്തിലൂടെ യേശു നമുക്കത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉറക്ക വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, ഈശോയേ. തിന്മയെ ചെറുത്തു തോൽപ്പിക്കുന്ന സ്നേഹം ഞങ്ങളിൽ വളർത്തണമേ, ഈശോയേ. പരാതിയും പരിഭവമില്ലാത്ത സ്നേഹം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ, ഈശോയേ. നിന്ദനങ്ങളെ, അപമാനങ്ങളെ,
അതിജീവിക്കുന്ന സ്നേഹം ഞങ്ങളിൽ വർഷിക്കണമേ. ഈശോയേ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന സ്നേഹം ഞങ്ങളിൽ ചൊരിയണമേ. ഈശോയേ, ഒരിക്കലും അടഞ്ഞു പോകാത്ത സ്നേഹം ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. ഈശോയേ, എല്ലാറ്റിന്റെയും മേൽ വിജയം വരിക്കുന്ന സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിലെ ഒരൊറ്റ മകൻ, അവൻ തെറ്റായ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് തികഞ്ഞ ഒരു മദ്യപാനിയും ലഹരിക്ക് അടിമയുമായി തീർന്നു. പല രാത്രികളിലും അവൻ വീട്ടിൽ വരാറേയില്ലായിരുന്നു. വരുന്ന രാത്രികളിലൊക്കെ അവനവന്റെ മാതാപിതാക്കന്മാരെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു, മർദ്ദിച്ചിരുന്നു. പലപ്പോഴും രാത്രികാലങ്ങളിൽ തന്റെ മാതാപിതാക്കന്മാരെ അവൻ വീടിന് പുറത്താക്കിയിരുന്നു. കാർപോർച്ചിൽ പലപ്പോഴും നേരം വെളുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, കുത്തിയിരുന്നു. അമ്മയുണ്ടാക്കിയ ഭക്ഷണത്തിന് രുചി പോരാ എന്ന് പറഞ്ഞ് പലപ്പോഴും ഭക്ഷണം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പ്രിയപ്പെട്ടവരെ അവന്റെ ക്രൂരത ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവനൊരിക്കലും ഒരു ആക്സിഡന്റ് പെട്ട, ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ടത്. കയ്യും കാലും ഒടിഞ്ഞ് ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന സമയത്ത്, സ്വയം ഒന്ന് അനങ്ങുവാൻ പോലും ശക്തിയില്ലാത്ത സമയത്ത്, മാസങ്ങളോളം കട്ടിലിൽ കിടപ്പായിരുന്ന സമയത്ത്, ഈ കാലമത്രയും അവനെ ശുശ്രൂഷിച്ചത്, അവന്റെ വലത്തും ഇടത്തും വലത്തുമൊക്കെ ഇരുന്ന് ഒരു കുഞ്ഞിനെ പോലെ അവനെ ശുശ്രൂഷിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് അവന്റെ അമ്മയായിരുന്നു. അവൻ ഇത്രയും നാൾ ദ്രോഹിച്ച അമ്മ മാത്രമാണ് അവന് സഹായമായിട്ടുണ്ടായിരുന്നത്. അവനെ പരിചരിക്കുന്നതിൽ അമ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ അമ്മയുടെ സ്നേഹം ഒന്നും മനസ്സിൽ വയ്ക്കാത്ത, എല്ലാം അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. മകന്റെ ക്രൂരതകളെ, അവന്റെ അനുസരണക്കേടിനെ അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു ആ പ്രിയപ്പെട്ട അമ്മയ്ക്കുണ്ടായിരുന്നത്. ആ അമ്മയുടെ സ്നേഹം മകന്റെ ദ്രോഹങ്ങളെയും എല്ലാ ദുഷ്ടതകളെയും തോന്നിവാസങ്ങളെയും അതിജീവിക്കുന്ന സ്നേഹമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മകന് അവന്റെ കുറ്റബോധത്തെ അതിജീവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരെയാണല്ലോ താൻ ഇത്രമാത്രം വേദനിപ്പിച്ചതെന്നോർത്തവൻ ദുഃഖിച്ചു. കുറ്റബോധം കൊണ്ട് അവൻ നീറി നിരാശയിലമർന്ന് ഒടുവിൽ അവൻ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. അവനൊരിക്കലും പഴയ സ്നേഹത്തിന്റെ, മാതാപിതാക്കന്മാരുടെ ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവന് സാധിച്ചില്ല. അവൻ ജീവിതം അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, നിന്നോട് ക്രൂരത കാട്ടുന്നവരോട് കരുണ കാണിക്കാൻ പറ്റുന്ന സ്നേഹം നിന്റെ ഹൃദയത്തിലുണ്ടോ? നിന്നെ ധിക്കരിച്ചവരോട്, നിന്നെ അപമാനിച്ചവരോട്, നിന്നോട് മോശമായിട്ട് പെരുമാറിയവരോട് തിരിച്ചു വാത്സല്യത്തോടെ പെരുമാറുവാൻ തക്ക സ്നേഹം നിന്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടോ? ഭക്തനായ ഒരു മനുഷ്യന് ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു സിദ്ധി നൽകി. ദൈവം പ്രത്യക്ഷപ്പെടുന്ന സമയവും സ്ഥലവും മുൻകൂട്ടി അറിയുവാനായിട്ടുള്ള ഒരു വരമാണ് ദൈവം അദ്ദേഹത്തിന് നൽകിയത്. അതനുസരിച്ച് അയാൾ ആ പ്രദേശത്തെത്തുമ്പോൾ അവിടെ മുഴുവൻ ജനനിബിഡമായി. ആൾക്കാർ തന്നെക്കാൾ മുമ്പ് ഒത്തിരിയേറെ ആൾക്കാർ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നതായിട്ടാണ് ഈ ഭക്തൻ കാണുന്നത്. അതിൽ താൻ പ്രതീക്ഷിക്കാത്ത ഒത്തിരിയേറെ വ്യക്തികളെ അവിടെ ഈ ഭക്തന് കാണുവാനായിട്ട് സാധിച്ചു. ഒത്തിരി പാവികളായിട്ടുള്ള വ്യക്തികൾ, ഭയങ്കരന്മാരായിട്ടുള്ള വ്യക്തികൾ, ചതിയന്മാരും കള്ളന്മാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും, അങ്ങനെ ദുഷ്ടരായിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നതായിട്ടാണ് ഈ ഭക്തനായ മനുഷ്യന് കാണുവാനായിട്ട് സാധിച്ചത്. അയാൾ ദൈവത്തോട് പരാതി പറഞ്ഞു, ഇവരൊക്കെ കുഴപ്പമുള്ളവരാ, നിന്റെ ദർശനത്തിന് വന്നിരിക്കുന്നവരൊക്കെ പാപികളാണ്, കുറവുള്ളവരാണ്. എല്ലാ ദിവസവും ഇയാളുടെ പരാതി കേട്ട് ദൈവത്തിന് സഹികെട്ടു. അവസാനം ദൈവം അവനോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, നിനക്കെന്റെ ഭക്തനായി തുടരണോ വേണ്ടയോ?
ഭക്തനായ മനുഷ്യൻ പേടിച്ചു പോയി. അയാൾ പറഞ്ഞു എനിക്ക് തുടരണം. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, എങ്കിൽ നീ അവരുടെ കുറവുകളിലേക്ക് കണ്ണടക്കുക. അവരുടെ കുറവുകളിലേക്ക് നീ കണ്ണടക്കുക. എന്താണ് അതിന്റെ അർത്ഥം? മറ്റുള്ളവരുടെ കുറവുകളെ അതിജീവിക്കുക. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സ്നേഹിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ണടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹമുള്ള വ്യക്തികളായിട്ട് മാറുവാൻ സാധിക്കും. ഈ ഭക്തനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? പിന്നീട് അയാള് ഒരിക്കലും ശബ്ദിക്കാത്ത ഒരു മൗനിയായി മാറി, ഒരിക്കലും കണ്ണു തുറക്കാത്ത ഒരു മുനിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ സ്നേഹം എല്ലാ തരത്തിലുമുള്ള വഞ്ചനയെയും ക്രൂരതയെയും അസൂയയെയും എല്ലാവിധ നിന്ദാപമാനങ്ങളെയും അതിജീവിക്കുന്ന സ്നേഹമാണെങ്കിൽ ഓർക്കുക, അത് പരിശുദ്ധാത്മാവിന്റെ സ്നേഹമാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹമാണ്. കാരണം അതെല്ലാത്തിനെയും അതിജീവിക്കുന്നതാണ്, എല്ലാ കുറവുകളെയും അതിജീവിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് യാക്കോബിനെ പോലെ വഞ്ചനയെ അതിജീവിക്കുന്ന സ്നേഹമാണ്. ജോസഫിനെ പോലെ ക്രൂരതയെ അതിജീവിക്കുന്ന സ്നേഹമാണ്. ജോനാഥാനെ പോലെ സ്വന്തം നഷ്ടങ്ങളെ അതിജീവിക്കുന്ന സ്നേഹമാണ്. റൂത്തിനെ പോലെ സ്വന്തം സുഖങ്ങളെയും സ്വന്തം സ്വാതന്ത്ര്യത്തെയും അതിജീവിക്കുന്ന സ്നേഹമാണ്. പുരുഷന്റെ വിശുദ്ധ യോഹന്നാനെ പോലെ സഹനങ്ങളെയും പരാതികളെയും അതിജീവിക്കുന്ന സ്നേഹമാണ്. ഈശോയെ പോലെ എല്ലാ നിന്ദ അപമാനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിക്കുന്ന സ്നേഹമാണ്. കാരണം സ്നേഹം എല്ലാം അതിജീവിക്കുന്നു എന്നാണ് ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, എല്ലാം അതിജീവിക്കുന്ന സ്നേഹം സ്നേഹം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രബലപ്പെടാതിരിക്കട്ടെ. സ്നേഹമനോഭാവം വളർത്തണമേ. ഈശോയെ പോലെ സ്നേഹിക്കുവാൻ ക്രിസ്തു ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. സഹിച്ചു സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ മുമ്പിൽ സന്നിഹിതരായിരിക്കുന്ന ദിവ്യകാരനെ നോക്കി നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ സ്നേഹം നിക്ഷേപിക്കുന്ന ദിവ്യകാരനാഥന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ കുറവുകളെയും സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്ന് എല്ലാം അതിജീവിക്കുന്ന സ്നേഹം നമ്മളെ പഠിപ്പിച്ച ദിവ്യകാരനാഥനെ ഹൃദയം തുറന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശിൽ മരിച്ചുകൊണ്ട് യഥാർത്ഥമായ സ്നേഹം എല്ലാം അതിജീവിക്കുന്നു നമ്മളെ പഠിപ്പിച്ച ദിവ്യകാരനാഥന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടുത്തെ തിരുവചനത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കലും അവസാനിക്കാത്ത അങ്ങേ വചനം ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.